ബിസിനസ് പങ്കാളിയെ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തിയ കേസിൽ ഏരിയ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരെ ചോദ്യം ചെയ്തിട്ടും പ്രതികരിക്കാതെ CPM ആലപ്പുഴ ജില്ലാ നേതൃത്വം. പാർട്ടിക്കുള്ളിൽ ചർച്ചയായ വിഷയത്തെ എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കാനാണ് ഇപ്പോൾ ശ്രമം. പ്രതിയുടെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം കണ്ടെടുത്ത കളിത്തോക്കാണെന്ന് പരാതിക്കാരൻ ആരോപിച്ചു. കേസിലെ പ്രതി അനൂപിന് ജാമ്യം ലഭിച്ചു. ഈ മാസം 11-നാണ് കണിച്ചുകുളങ്ങര ജംഗ്ഷനിൽ വെച്ച് കണ്ണൂർ സ്വദേശിയായ അഭിഷേകിന് നേരെ ഒരു സംഘം തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയും കാർ അടിച്ചു തകർക്കുകയും ചെയ്തത്. മാരാരിക്കുളം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ഒത്തുതീർപ്പാക്കാൻ CPM പ്രാദേശിക നേതൃത്വം ഇടപെട്ടു. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെയാണ് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തത്. കേസ് ഒത്തുതീർപ്പാക്കാൻ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിക്കാരന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ CPM കഞ്ഞിക്കുടി ഏരിയ സെക്രട്ടറി S രാധാകൃഷ്ണനെയും ലോക്കൽ സെക്രട്ടറി ഹെബിൻ ദാസിനെയും കഴിഞ്ഞ ദിവസം പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ക്രിമിനൽ കേസ് ഒതുക്കാൻ പാർട്ടി നേതൃത്വം ഇടപെട്ടെന്ന ആക്ഷേപം ഇതോടെ കൂടുതൽ ശക്തമായി. തിരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം ഇതേപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നേക്കുമെന്നാണ് സൂചന. എന്നാൽ പാർട്ടിക്ക് നാണക്കേടായ കേസ് എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പാക്കാനാണ് ഇപ്പോഴും ശ്രമം നടക്കുന്നത്. ഏരിയ സെക്രട്ടറിയെയും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെയും ചോദ്യം ചെയ്തിട്ടും CPM ജില്ലാ നേതൃത്വം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കേസിൽ അറസ്റ്റിലായ സൽപുത്രൻ എന്ന് വിളിക്കുന്ന അനൂപിന് ആലപ്പുഴ കോടതി ഇന്നലെ ജാമ്യം അനുവദിച്ചു. ഇന്നലെ വരെ അനൂപ് പോലീസ് കസ്റ്റഡിയിലായിരുന്നു. അഭിഷേകിന്റെ നേർക്ക് ചൂണ്ടിയ യഥാർത്ഥ തോക്ക് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. തോക്ക് പ്രതികൾ ഒളിപ്പിച്ചെന്നാണ് പോലീസിന്റെ സംശയം. ഉപയോഗിച്ചത് ലൈസൻസ് ഇല്ലാത്ത കള്ളത്തോക്കാകാമെന്നും സംശയിക്കുന്നുണ്ട്. റിപ്പോർട്ടർ, ആലപ്പുഴ.